നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. നവംബർ 14 ശിശുദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 18 മുതൽ 21 വരെ കൊടകരയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-25 വർഷത്തെ കൃഷി പാഠശാല പദ്ധതിയുടെ ഭാഗമായി ശിശുദിനത്തോടനുബന്ധിച്ച് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ മരത്തമ്പള്ളി പാടശേഖരത്തിൽ കൃഷി പാഠപദ്ധതിക്ക് തുടക്കമായി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിൽ 12 ലക്ഷം രൂപ വകയിരുത്തി നവീകരിച്ച് സ്മാർട്ട് അങ്കണവാടിയാക്കി മാറ്റിയ മിന്നാരി അങ്കണവാടിയുടെ ഉദ്ഘാടനം പുതുക്കാട് MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒളിമ്പിക്സ് മാതൃകയിൽ ആദ്യമായി നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അധ്യാപകരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടിയ ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സുനിത ദേവിയെ അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഉപജില്ലാ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ റാലിയുടെ ഫ്ളാഗ് ഓഫ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു നിർവഹിച്ചു. നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുത്ത റാലി ചാലക്കുടി സെന്റ് മേരീസ് LP സ്കൂളിൽ നിന്നും ആരംഭിച്ച് സേക്രഡ് ഹാർട്ട് LP സ്കൂളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സെന്റ് ആന്റണീസ് HS കോട്ടാറ്റിലെ കുമാരി അന്ന ജോസ് അധ്യക്ഷത വഹിച്ചു. കൊരട്ടി LFC LP സ്കൂൾ വിദ്യാർത്ഥി കുമാരി ക്ലെയർ റോസ് ലിയോ ഉദ്ഘാടനം ചെയ്തു. കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ കൃഷ്ണവേണി KJ, കൊടകര സെന്റ് ഡോൺ ബോസ്കോ HSലെ നില ആൻഡു, കൊരട്ടി LFC HSലെ കുമാരി അവനീജ TM, സെന്റ് ഡോൺ ബോസ്കോ HSലെ ഹോളിൻ ഡേവിസ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യോഗത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM അനിൽകുമാർ, പ്രതിപക്ഷ നേതാവ് VS സുരേഷ്, വാർഡ് കൗൺസിലർമാരായ നിത പോൾ, ഷിബു വാലപ്പൻ, ബിജി സദാനന്ദൻ, AEO നിഷ PB, BPC മുരളീധരൻ CG, റാണി ജോൺ, റവറൻ ഫാദർ വർഗീസ് പാത്താടൻ, പ്രോഗ്രാം കൺവീനർ ശ്രീജ IN ലിറ്റി, അനിലാഷ് KM, PTA ഭാരവാഹികൾ, അധ്യാപകർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീകുമാർ R അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ ചാച്ചാജി മാസ്റ്റർ അഖ്നവ് P വിദ്യാധരൻ ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. സഹൃദയ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജോയ് KL ശിശുദിന സന്ദേശം നൽകി. കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ കരുണ K, മദർ PTA പ്രസിഡന്റ് ലിൻസി സനിൽ എന്നിവർ സംസാരിച്ചു. പുഞ്ചിരി മത്സരം, മ്യൂസിക്കൽ ചെയർ, പേപ്പർ തൊപ്പി നിർമ്മാണം, കൂട്ടപ്പാട്ട് തുടങ്ങിയ വിവിധതരം പരിപാടികൾ കുട്ടികളെ ആവേശം കൊള്ളിച്ചു. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സഹൃദയ കോളേജ് ഫിനാൻസ് ഓഫീസർ റവറൻ ഫാദർ ആന്റോ വട്ടോലി സമ്മാനങ്ങൾ നൽകി. NSS പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ, NSS വോളണ്ടിയേഴ്സ് എന്നിവർ കുട്ടികൾക്കായി മധുരപലഹാരങ്ങളും തദവസരത്തിൽ നൽകി.
അധ്യാപികമാരായ സിന്ധു സ്വാഗതവും സോഫിയ നന്ദിയും പറഞ്ഞു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ശിശുദിനം വിപുലമായി ആഘോഷിച്ചു. KG ക്ലാസുകളിലെ മുഴുവൻ കുട്ടികളും തൂവെള്ള വസ്ത്രവും തൊപ്പിയും ചുവന്ന റോസാപ്പൂവും ധരിച്ച് ചാച്ചാജിമാരായാണ് എത്തിയത്. മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച തൊപ്പികളും കാർഡുകളും ധരിച്ച് സ്കൂൾ അങ്കണത്തിൽ കുട്ടികൾ റാലി നടത്തി. തുടർന്ന് അരങ്ങേറിയ ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ K. രമാദേവി അധ്യക്ഷത വഹിച്ചു. അധ്യാപികമാരായ AS രമ്യ, AR ഋഷ, CV സുലോചന എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. And children are very special. I think children are very special compared to any other people because the main thing, children are so happy. See the face of children and elder people, including me. Children are always special. താഴേക്കാട് കണ്ണിക്കര സെന്റ് പോൾസ് കോൺവെന്റ് LP സ്കൂളിൽ ശിശുദിനം വിപുലമായി ആഘോഷിച്ചു. ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് സിസ്റ്റർ സ്റ്റെഫിൻ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. ആളൂർ പഞ്ചായത്ത് അംഗം ഷൈനി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. യൂട്യൂബിലെ കോമഡി താരകുടുംബമായ കുഞ്ഞുമോനും മക്കളും വിശിഷ്ടാതിഥികളായിരുന്നു. ചടങ്ങിൽ മാള ഉപജില്ലാ കലോത്സവത്തിൽ ലഭിച്ച സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും കുട്ടികൾക്ക് വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ വന്ദന യോഗത്തിന് നന്ദി പറഞ്ഞു. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കലോത്സവം നവംബർ 18 മുതൽ 21 വരെ കൊടകരയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ, സെന്റ് ഡോൺ ബോസ്കോ സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ സജ്ജമാക്കുന്ന 8 വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ഉപജില്ലയിലെ 83 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 5800-ലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കും. 18-ന് സ്റ്റേജ് തര മത്സരങ്ങൾ നടക്കും. 19-ന് രാവിലെ 9-ന് ഗവൺമെന്റ് LP സ്കൂളിൽ ബെന്നി ബെഹനാൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്യും. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. ചാലക്കുടി AEO നിഷ PB പദ്ധതി വിശദീകരണം നടത്തും. സിനി ആർട്ടിസ്റ്റ് ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യ അതിഥിയാകും. 21-ന് വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിക്കും. കലോത്സവത്തിന് മുന്നോടിയായി 15-ന് രാവിലെ 11-ന് പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിൽ കലവറ നിറയ്ക്കലും വൈകിട്ട് 3-ന് കൊടകര ടൗണിൽ വിളംബര ജാഥയും നടക്കും. സ്വാഗത സംഘം ചെയർപേഴ്സണും കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ അമ്പിളി സോമൻ, ജനറൽ കൺവീനറും കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളുമായ M. സുധീർ, ചാലക്കുടി AEO നിഷ PB, പബ്ലിസിറ്റി കൺവീനർ VS ബിന്ദു, രാകേഷ് CR, TK പത്മനാഭൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട MP ബെന്നി ബെഹ്നാനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. തുടർന്നുള്ള പരിപാടികളിലെല്ലാം തന്നെ ത്രിതല ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ, അതുപോലെ MLA എല്ലാവരും തന്നെ പങ്കെടുത്തു. സമാപന സമ്മേളനവും വിപുലമായ രീതിയിൽ തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നവംബർ 18, 19, 20, 21 തീയതികളിലായി നടക്കുന്നത്. അതിൽ 18-ാം തീയതി ഓഫ് സ്റ്റേജ് ഇനങ്ങളും 19 മുതൽ സ്റ്റേജ് ഇനങ്ങളുമാണ് 8 വേദികളിലായിട്ട് അരങ്ങേറുന്നത്. ഈ ഒരു കലോത്സവ മാമാങ്കത്തിലേക്ക് മീഡിയ പ്രവർത്തകരടക്കം പൊതുജനങ്ങളെയും എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കൊടകര ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം 2024-25 വർഷത്തെ കൃഷി പാഠശാല പദ്ധതിയുടെ ഭാഗമായി ശിശുദിനത്തോടനുബന്ധിച്ച് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ മരത്തമ്പള്ളി പാടശേഖരത്തിൽ കൃഷിപാഠ പദ്ധതിക്ക് തുടക്കമായി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ J. നയനതാര, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, 12-ാം വാർഡ് അംഗം TV പ്രജിത്ത്, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ഗിരിജ VV എന്നിവർ സംസാരിച്ചു. പാടശേഖര സമിതി അംഗങ്ങൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, വിദ്യാലയത്തിൽ നിന്നും എത്തിയ പ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കൊടകര പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കാർഷിക രീതികളെ പറ്റി, മണ്ണെങ്ങനെ നെല്ലെങ്ങനെ കൃഷി ചെയ്യുന്നു, ജാതി എങ്ങനെ കൃഷി ചെയ്യുന്നു, വാഴ എങ്ങനെ കൃഷി ചെയ്യുന്നു എന്നുള്ള പാഠമൊന്നും വിശദമായിട്ട് പഠിപ്പിക്കുന്നില്ല പ്രാഥമികമായിട്ട്. പക്ഷെ ഇവരെ നമുക്ക് ആ ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇടപെടാൻ കഴിയും, സമൂഹത്തിന് ഇടപെടാൻ കഴിയും.
അതുകൊണ്ട് പലരുടെയും ആവശ്യപ്രകാരം ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കാലങ്ങളായിട്ട് ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി വെച്ചത്. അറ്റ്ലീസ്റ്റ് നമ്മൾ മണ്ണും ചെളിയും അറിയെങ്കിലും ചെയ്യണം അല്ലേ? മണ്ണും ചെളിയും തൊടുകയും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിൽ 12 ലക്ഷം രൂപ വകയിരുത്തി നവീകരിച്ച് സ്മാർട്ട് അങ്കണവാടിയാക്കിയ മിന്നാരി അങ്കണവാടിയുടെ ഉദ്ഘാടനം പുതുക്കാട് MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായിരുന്നു. അമ്പനോളി മുൻ വികാരിയായിരുന്ന ഫാദർ ഫ്രാങ്കോ പറപ്പുള്ളി വിശിഷ്ട അതിഥിയായി. വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡോ കൈതാരത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി, ബ്ലോക്ക് അംഗം TK അസൈൻ, ICDS സൂപ്പർവൈസർമാരായ വിജയലക്ഷ്മി TA, ബിജിമോൾ CS, അസിസ്റ്റന്റ് എഞ്ചിനീയർ ദിവ്യ ഗോപിനാഥ്, ജനപ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 3 വർഷത്തിൽ 22 അങ്കണവാടികളാണ് സ്മാർട്ട് അങ്കണവാടികളാക്കി മാറ്റിയിട്ടുള്ളത്. പ്രഥമ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ചു. അന്നനാട് ജംഗ്ഷനിൽ വെച്ച് നടന്ന അനുമോദന യോഗത്തിൽ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ, മാനേജർ CA ഷാജി, മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ജയൻ പട്ടത്ത്, PTA പ്രസിഡന്റ് PR രാജേഷ്, പ്രിൻസിപ്പാൾ ജയ I, ഹെഡ്മിസ്ട്രസ് മാലിനി MP, MPTA പ്രസിഡന്റ് നിമിഷ TP എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അന്നനാട് ജംഗ്ഷനിൽ നിന്നും സ്വർണ്ണ മെഡൽ ജേതാക്കളെയും കായിക അധ്യാപകനെയും പൂച്ചെണ്ട് നൽകി സ്വീകരിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്കൂൾ അങ്കണത്തിൽ എത്തിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ GBV പെരേപ്പാടിനെ പൊന്നാട അണിയിക്കുകയും വിദ്യാലയത്തിലെ 44 സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് മെഡലും ട്രോഫിയും നൽകി ആദരിക്കുകയും ചെയ്തു. പ്രസ്തുത യോഗത്തിൽ നാട്ടുകാരും PTA, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും വിവിധ ക്ലബ്ബ് അംഗങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒളിമ്പിക്സ് മാതൃകയിൽ ആദ്യമായി നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അധ്യാപകരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടിയ ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സുനിത ദേവിയെ അനുമോദിച്ചു. KSTA അംഗമായ അധ്യാപികയെ സംഘടനാ നേതാക്കൾ സ്കൂളിലെത്തി പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. KSTA ചാലക്കുടി ഉപജില്ലാ സെക്രട്ടറി വിവേക് KN, ജോയിന്റ് സെക്രട്ടറി നിധീഷ് ഗോപി, വൈസ് പ്രസിഡന്റ് രാകേഷ് CR, ബ്രാഞ്ച് സെക്രട്ടറി ശ്രീമോൾ PS, ഉപജില്ലാ കമ്മിറ്റി അംഗം ദിവ്യ PB, യൂണിറ്റ് കൺവീനർ സന്ധ്യ KR എന്നിവർ സംസാരിച്ചു. ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ, ഹോക്കി കളിക്കുന്ന ആൾക്കാർ, നമ്മളെ ഈ ക്ലാസ്സുകളിൽ ചോക്കും വഴി കിടക്കുന്ന ആൾക്കാർ അവരെടുത്ത് മത്സരിക്കുമ്പോൾ അതിനിത്തിരി തിളക്കം കൂടുതലാണ്. അതിലെന്ത് കിട്ടുകയാണെങ്കിൽ അതിനൊക്കെ തിളക്കം കൂടുതലാണ്. അപ്പോൾ ആ തിളക്കത്തിലൊക്കെ ഇത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ടീച്ചർ. ലോക പ്രമേഹ രോഗ ദിനത്തോടനുബന്ധിച്ച് ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം ആളൂർ പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ച് പ്രമേഹ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കലേറ്റുങ്കര മോഡൽ പോളിടെക്നിക് കോളേജ് ക്യാമ്പസിൽ നടത്തിയ ക്യാമ്പ് വാർഡംഗം മിനി സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അല്ലി പ്ലാക്കൽ പ്രമേഹ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിന്ദ് KS, ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിനേഷ് PR എന്നിവർ സംസാരിച്ചു. 50ഓളം പേരുടെ ജീവിതശൈലി രോഗനിർണയം ക്യാമ്പിൽ നടത്തി. നവംബർ 14 ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളോടെ മുരിയാട് ഗ്രാമപഞ്ചായത്ത് ആചരിച്ചു. ആനന്ദപുരം ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ റാലിയിൽ ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളും അധ്യാപകരും ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും പങ്കെടുത്തു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആനന്ദപുരം സാമൂഹികാരോഗ്യ കേന്ദ്രം ഡോക്ടർ ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, ഹെൽത്ത് സൂപ്പർവൈസർ ജോബി KP എന്നിവർ സംസാരിച്ചു. ആനന്ദപുരം ഹെൽത്ത് ഇൻസ്പെക്ടർ TK അജീഷ് സ്വാഗതവും LHS കൊച്ചുറാണി നന്ദിയും പറഞ്ഞു. ആരോഗ്യ രോഗ ബോധവൽക്കരണ ക്ലാസും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7085 രൂപ, പവന് 56,680 രൂപ.
തിരഞ്ഞു ഞാൻ സ്വരം നിലാവിനെ വെല്ലും ചാരുതയാ നിറഞ്ഞു നിൽപ്പൂ സ്വർണ്ണശോഭയിൽ നിൻമുഖം മാത്രം പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവംബർ 14 ശിശുദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 18 മുതൽ 21 വരെ കൊടകരയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-25 വർഷത്തെ കൃഷി പാഠശാല പദ്ധതിയുടെ ഭാഗമായി ശിശുദിനത്തോടനുബന്ധിച്ച് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ മരത്തമ്പള്ളി പാടശേഖരത്തിൽ കൃഷി പാഠപദ്ധതിക്ക് തുടക്കമായി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിൽ 12 ലക്ഷം രൂപ വകയിരുത്തി നവീകരിച്ച് സ്മാർട്ട് അങ്കണവാടിയാക്കി മാറ്റിയ മിന്നാരി അങ്കണവാടിയുടെ ഉദ്ഘാടനം പുതുക്കാട് MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒളിമ്പിക്സ് മാതൃകയിൽ ആദ്യമായി നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അധ്യാപകരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടിയ ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സുനിത ദേവിയെ അനുമോദിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.